ഹലോ എവരി വൺ, ദിസ് ഇസ് ബേസിൽ. വെൽക്കം ടു ഐ പ്ലസ് ട്രെയിനിങ് സൊല്യൂഷൻസ്. നമ്മൾ നമ്മുടെ അവസാനത്തെ ലാപ്പ് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ലാപ്പ് ഓടിക്കഴിയുമ്പോഴേക്കും നിങ്ങൾ ഫെഡറൽ ബാങ്കിലായിരിക്കും. നമ്മൾ എപ്പോഴും മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ മാനിഫെസ്റ്റേഷൻ? അതായത് നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ബാങ്കിൽ, ഫെഡറൽ ബാങ്കിൽ നല്ല ഡ്രസ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ ഫെഡറൽ ബാങ്കിൽ നിന്ന് പൈസയൊക്കെ വാങ്ങിച്ച് ഇറങ്ങി വീട്ടുകാർക്ക് വലിയ സമ്മാനങ്ങൾ ചെറിയ പ്രായത്തിൽ തന്നെ കൊടുക്കുന്നത് സ്വപ്നം കണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ ക്ലാസ് കാണാൻ. അങ്ങനെ കണ്ടാൽ ഉള്ള അഡ്വാൻറ്റേജ് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു വിൽ ബി ഇൻ ഫെഡറൽ ബാങ്ക് സൂൺ എന്നുള്ളതാണ് പ്രത്യേകത. സോ എല്ലാവർക്കും ഫെഡറൽ ബാങ്കിൽ ജോലി കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മാത്സിലാണ്. എന്താണ് പ്രത്യേകത? സാധാരണഗതിയിൽ മാത്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് കൺഫ്യൂസ്ഡ് ആവും. അയ്യോ, ഈ ചോദ്യം എന്ത് ചെയ്യും? ഇക്വേഷൻ എഴുതണോ? എന്തായിരുന്നു ഇതിൻ്റെ പാറ്റേൺ? ഇക്വേഷൻ ഞാൻ മറന്നുപോയല്ലോ. ഇങ്ങനെയൊക്കെ നമ്മൾ കൺഫ്യൂസ്ഡ് ആകാറുണ്ട്. അതുകൊണ്ട് നമുക്ക് മാത്സിലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്സ്. നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡ്സ് ഒന്നും ഫോളോ ചെയ്യണ്ട. തന്നിരിക്കുന്ന പാറ്റേൺ ചോദ്യങ്ങൾ എളുപ്പത്തിൽ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. ആ ഒരു പാറ്റേൺ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ പാറ്റേണിലേക്ക് പോകാം. സോ മാക്സിലർ ഏത് വേണം? നമ്പർ സിസ്റ്റം, ആൽജിബ്ര, വിച്ച് വൺ ഡു യു പ്രിഫർ? See, profit and loss. We can go with profit and loss because you can expect a question from profit and loss. Profit and loss നിന്ന് നിങ്ങൾക്കൊരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. So an article is sold at a profit of 20%. എന്താ ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് മീൻസ് ലാഭവും നഷ്ടവും ആണല്ലോ. ഒരു ആർട്ടിക്കിൾ, എന്തോ ഒരു വസ്തു, ഈ വസ്തു 20% ലാഭത്തിനാണ് വിറ്റത്. ഓക്കെ, അവരാകെ പറയുന്നത് എത്ര രൂപയുണ്ടെന്നൊന്നും പറയുന്നില്ല ആണല്ലോ. ബേസിക് ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞു, അഡ്വാൻസ് ലെവലിലാണ് ക്വസ്റ്റ്യൻ ഇട്ടേക്കുന്നത്. ബേസിക് ക്വസ്റ്റ്യൻസ് ഒന്നുമല്ല. അഡ്വാൻസ് ലെവൽ ഇട്ടതിൻ്റെ കാരണം ഞാൻ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെ പഠിച്ചു പോകുന്ന എൻ്റെ പിള്ളേർ എന്ത് ചെയ്യും? സിമ്പിൾ ക്വസ്റ്റ്യൻ ഒക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു ക്വസ്റ്റ്യൻ ആണോ എന്ന് തോന്നും ആണല്ലോ. സോ ആൻ ആർട്ടിക്കിൾ ഈസ് സോൾഡ് അറ്റ് എ പ്രോഫിറ്റ് ഓഫ് 20%. ഒരു ആർട്ടിക്കിള് 20% ലാഭത്തിൽ വിട്ടു. ഏത് ആർട്ടിക്കിളും ആയിക്കോട്ടെ, എന്ത് വസ്തു വേണമെങ്കിലും ആയിക്കോട്ടെ, ഈ വസ്തു 20% ലാഭത്തിലാണ് വിറ്റിരിക്കുന്നത്. ഹാഡ് ഇറ്റ് ബീൻ സോൾഡ് ഫോർ 60 മോർ, 60 രൂപ കൂടുതൽ രൂപയ്ക്ക് വിറ്റിരുന്നെങ്കിൽ എന്തായനെ? പ്രോഫിറ്റ് വുഡ് ഹാവ് ബീൻ 30%. 30% ലാഭം കിട്ടിയേനെ. ദ ക്വസ്റ്റ്യൻ ഈസ് വാട്ട് ഈസ് ദ കോസ്റ്റ് പ്രൈസ് ഓഫ് ദിസ് പ്രോപ്പർട്ടി? എത്ര രൂപയ്ക്കാ വിറ്റിയെന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. എത്ര രൂപയ്ക്കാണ് വേണ്ടതെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ലാഭം എത്ര രൂപ കിട്ടി എന്ന് പറഞ്ഞിരുന്നില്ല. അവരാകെ പറഞ്ഞിരിക്കുന്നത് ഒരു സാധനം വിറ്റപ്പോൾ അവർക്ക് 20% ലാഭം കിട്ടി എന്ന് പറഞ്ഞു. ഓക്കെ, 60 രൂപയും കൂടി കൂടുതൽ വിറ്റിരുന്നെങ്കിൽ 30% ലാഭത്തിൽ കിട്ടിയേനെ. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്താണ്? ദൈവം നമ്പുരാനെ എന്ത് ചെയ്യും? ഇങ്ങനെയാണ് ചോദ്യം വന്നിരിക്കുന്നത്. എന്ത് ചെയ്യും? ഞാൻ നിങ്ങളോട് മോഡൽ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് തുടങ്ങിയപ്പോൾ, അതായത് നോട്ടിഫിക്കേഷൻ ഒന്ന് മോഡൽ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോഴേ നിങ്ങളോടൊരു ഷോർട്ട് കട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതായത് പേഴ്സൻറ്റേജ് എന്ന് പറയുന്ന ബേസിക് കോൺസെപ്റ്റ് വെച്ച് പ്രോഫിറ്റ് ആൻഡ് ലോസ്, പേഴ്സൻറ്റേജിൽ നിന്നുള്ള ചോദ്യങ്ങൾ, ഏത് പാറ്റേൺ, ട്രെയിനിൻ്റെ ഡിസ്റ്റൻസുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ, എല്ലാ പാറ്റേൺ ചോദ്യങ്ങളും ബേസിക് പേഴ്സൻറ്റേജിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ നിങ്ങൾക്ക് പിന്നെ ഇക്വേഷൻസ് ഉപയോഗിക്കേണ്ടി വരത്തില്ല. ഇക്വേഷൻസ് ഒന്നും ഉപയോഗിക്കാതെ, കൺവെൻഷണൽ മെത്തേഡ്സ് യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. അതിന് ഞാൻ ഒറ്റ കാര്യം മാത്രമേ നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞുള്ളൂ. എന്തായിരുന്നു പഠിച്ചു വെക്കാൻ പറഞ്ഞത്? അതായത് നിങ്ങളോട് പഠിച്ചു വെക്കാൻ പറഞ്ഞത് കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും 100% ആയിരിക്കും ഏത് ചോദ്യം ചോദിച്ചാലും. ഏത് ചോദ്യത്തിലായാലും ഒട്ടൊരുമ ഈ ക്വസ്റ്റ്യൻ തന്നെ വരണമെന്ന് എക്സാമിന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ എക്സാമിന് വരുന്ന ഏത് ചോദ്യത്തിൽ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്ന പാറ്റേൺ എന്തായിരിക്കും? 100% ആയിരിക്കും എന്നുള്ളതാണ് പ്രത്യേകത. അപ്പൊ കോസ്റ്റ് പ്രൈസ് എല്ലായ്പ്പോഴും നമുക്ക് എന്ത് വരും? 100% വരും എന്നുള്ളതാണ് പ്രത്യേകത. സോ കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100% ആണ് എന്നുള്ളതാണ് പ്രത്യേകത. ആണല്ലോ. സോ കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും എല്ലായ്പ്പോഴും. അതങ്ങനെ തന്നെ ആയിരിക്കും, ഒരു മാറ്റവും ഉണ്ടാവത്തില്ല. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 100% ആയിരിക്കും. ഡീൽ. നമ്മളോട് ഇവിടെ പറയുകയാണ്, ഇവര് 20% രൂപ ലാഭത്തിലാണ് വിറ്റത് എന്ന് പറഞ്ഞു. 20% ലാഭത്തിലാണ് വിറ്റത്. 60 രൂപ കൂടി കിട്ടിയേനെ, 60 രൂപയ്ക്ക് കൂടി കൂടുതൽ വിറ്റേനെങ്കിൽ, അതായത് 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ, പച്ച മലയാളത്തിൽ പറഞ്ഞാൽ 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 30% ലാഭമായേനെ. 60 രൂപ കൂട്ടി വിറ്റിരുന്നെങ്കിൽ 30% ലാഭമായേനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ
30% മൈനസ് 20% എന്ന് പറയുന്നത് 10%. അതാണ് ഈ പറഞ്ഞ 60 രൂപ. കത്തിയോ? മനസ്സിലായോ ആർക്കെങ്കിലും? ആർക്കും മനസ്സിലായില്ല? വേണ്ട, ഞാൻ പറഞ്ഞുതരാം. ഒന്നുമില്ല, അവർ പറയുകയാണെങ്കിൽ ഒരു സാധനം 100 രൂപയുടെ ഒരു സാധനം 100 രൂപ ലാഭം കിട്ടിയൊരു സാധനം 160 രൂപ കൂടി ലാഭമായെങ്കിൽ 30% ആയേനെ. ഇപ്പം 20% ആയുള്ളൂ. ഓക്കെ, 20%, ഞാൻ വെറുതെ ഒരു കണക്ക് പറയാം. 20%-ൽ വിറ്റപ്പോൾ 100 രൂപയാണ് ഞങ്ങൾക്ക് ലാഭം കിട്ടിയത്. 100 രൂപയാണ് ലാഭം കിട്ടിയത്. 50 രൂപയും കൂടി ലാഭം കിട്ടുന്നത് പോലെ വിറ്റിരുന്നെങ്കിൽ, 50 രൂപയും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 150 രൂപ മൊത്തം കിട്ടും. അതായത് 50 രൂപയും കൂടി ലാഭത്തിൽ കിട്ടിയിരുന്നെങ്കിൽ, 50 രൂപയും കൂടി ലാഭത്തിൽ കിട്ടിയിരുന്നെങ്കിൽ എന്തായേനെ? 30% ആയേനെ. അതായത് 30%-ന് 150 രൂപയായേനെ. 30% എന്ന് പറഞ്ഞാൽ 150 രൂപയായേനെ. അപ്പം 20% 100 രൂപയായിരുന്നു, 30% ആയനെ 150 ആയനെ. ഇതിൻ്റെ അർത്ഥം എന്താണ്? 10% എന്ന് പറയുന്നത് 50 രൂപയാണ് ഈ പാറ്റേണിൽ. കാരണം ഇവർ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ 10% കിട്ടും. അതായത് 30%-ൽ നിന്ന് 20% കുറച്ചാൽ നമുക്ക് 10% കിട്ടും. അപ്പം അവർ പറഞ്ഞതാണ്, ഏതോ സാധനം 20%-ലാണ് വിറ്റത്, 60 രൂപയും കൂടി കൂട്ടിയിരുന്നെങ്കിൽ 30% ആയനെ. അതായത് 20%-വും 30%-വും തമ്മിലുള്ള വ്യത്യാസം 10% എന്ന് പറയുന്നത് 60 രൂപയാണ്. 10% എന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. ആണല്ലോ. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാനാണ്. കോസ്റ്റ് പ്രൈസ് ഞാൻ പറഞ്ഞു നിങ്ങളോട്, കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%ആണ്. 10% 60 കിട്ടി. 10% 60 കിട്ടി. സോ 100% കിട്ടാൻ എന്ത് ചെയ്യണം? 10ൻ്റെ ഇവിടെ ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ 100 ആയില്ലേ? പക്ഷെ ഇവിടെ 0 ഇട്ടാൽ അപ്പുറത്ത് ഒരു 0 ഇടണം. ആൻസർ 600. ആൻസർ 600. ഇത്രേ ഉള്ളൂ ഉത്തരം. സിമ്പിളല്ലേ? സാധനം സിമ്പിളല്ലേ? ഞാൻ ഒന്നുകൂടി ആദ്യം തൊട്ട് പറയാം. മനസ്സിലാക്കാത്തവർ ഒന്നുകൂടി നോക്കുക. വളരെ സിമ്പിളായിട്ടുള്ള ലോജിക്കാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ചോദ്യം ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ചോദ്യം പറഞ്ഞു കഴിഞ്ഞാൽ ചോദ്യം ഇതാണ് പറയുന്നത്: ഒരു ആർട്ടിക്കിൾ 20%-ന് വിറ്റു. ഒരു ആർട്ടിക്കിൾ 20%-ന് വിറ്റു. 60 രൂപ കൂടി ലാഭം കൂട്ടണമായിരുന്നെങ്കിൽ ആ സാധനം 30%-ന് വിറ്റ് കഴിഞ്ഞാൽ 60 രൂപ കൂടി ലാഭം കൂടുതൽ കിട്ടിയേനെ. 20%-ന് വിറ്റ സാധനം 30% ലാഭമാകണമെങ്കിൽ 60 രൂപയും കൂടി കൂടുതൽ കിട്ടിയിരുന്നത് 30% ലാഭമായേനെ. അതായത് 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 10%. 20ഉം 30ഉം തമ്മിലുള്ള വ്യത്യാസം 10%. 10% എന്ന് പറയുന്നത് 60 രൂപയാണ് എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ 10% എന്ന് പറയുന്നത് 60 രൂപയാണ്. ഇനി അവരുടെ ചോദ്യം കോസ്റ്റ് പ്രൈസ് എന്താണ് എന്നുള്ളതാണ്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത് 100%. 10നെ 100 ആക്കുന്നത് ഇവിടെ 10 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. 10നെ 100 ആക്കാൻ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആകും. ഇവിടെയും ആ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഉത്തരം കിട്ടും. ഉത്തരം എന്ന് പറയുന്നത് 600 ആണ്. സോ ദ കോസ്റ്റ് പ്രൈസ് ഈസ് 600 എന്ന് പറയുന്നതിലേക്ക് നമുക്ക് പെട്ടെന്ന് ആൻസേഴ്സിലേക്ക് എത്താം. ഇതാണ് പാറ്റേൺ. എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് എത്താം. അപ്പോൾ യു ഡോണ്ട് വാണ്ട് ടു ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്. നിങ്ങളൊരു ഇക്വേഷനും മെത്തേഡ് ചെയ്യേണ്ട. ഈ സിമ്പിൾ ലോജിക് ഉപയോഗിച്ചുകൊണ്ട് സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ 10-15 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്ക് ആൻസർ എഴുതാം. നമുക്ക് 1 മിനിറ്റ് വരെ തന്നിട്ടുണ്ട് അവർ. 1 മിനിറ്റ്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. 20%-ൽ ലാഭം കിട്ടിയൊരു സാധനം 60 രൂപയും കൂടി കൂട്ടി വിറ്റാൽ 30% കിട്ടും. അതായത് അതിൻ്റെ അർത്ഥം 10% എന്ന് പറഞ്ഞാൽ 60 രൂപയാണ്. 100% എന്ന് പറഞ്ഞാൽ 600 രൂപയാണ്. ആൻസർ ഈസ് റൈറ്റ്. 100%-മാണ് കോസ്റ്റ് പ്രൈസ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് എളുപ്പത്തിൽ ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. മാത്സ് സിമ്പിൾ അല്ലേ? വലിയ പാഠമുണ്ടോ? ഉണ്ടോ? കൺവെൻഷണൽ മെത്തേഡ് വല്ലതും ഫോളോ ചെയ്യണോ? ഇക്വേഷൻ വല്ലതും ഫോളോ ചെയ്യണോ? ഇക്വേഷൻ ഒന്നും ഫോളോ ചെയ്യാതെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ആൻസേഴ്സിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി നമുക്ക് റീസണിങ്ങിൽ നിന്ന് എന്തായാലും ഉറപ്പായിട്ടും 100% ഉറപ്പായി ചോദിക്കുന്ന നമ്മളുടെ ആൽഫബറ്റിക് കോഡിങ്സ് എന്ന് പറയുന്ന ചോദ്യത്തിലേക്ക് പോകാം. ആൽഫബറ്റിക് കോഡിങ്, ആൽഫബറ്റ് ലോജിക്സ്. നമുക്കറിയാം ഇംഗ്ലീഷിൽ മൊത്തം 26 അക്ഷരങ്ങൾ അല്ലേ? അതെ, 26 അക്ഷരങ്ങളാണ് ഇംഗ്ലീഷിലുള്ളത്. 26 അക്ഷരങ്ങളാണ് നമുക്ക് ഇംഗ്ലീഷിലുള്ളത്. ഈ 26 അക്ഷരങ്ങളുടെയും പൊസിഷനിങ് കൃത്യമായി പഠിച്ചു വെക്കുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. 26 അക്ഷരത്തിൻ്റെയും പൊസിഷനിങ് കൃത്യമായി പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ആൻസേഴ്സിലേക്ക് കടക്കാൻ സാധിക്കും എന്നുള്ളതാണ് നമ്മളുടെ പ്രത്യേകത. സോ ഇത് പൊസിഷൻ കണക്ട് ചെയ്ത് പഠിക്കാൻ വേണ്ടി ഞാനൊരു ഷോർട്ട് കട്ട് നിങ്ങൾക്ക് പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഷോർട്ട് കട്ട് എന്ന് പറയുന്നത് ഇജോട്ടി എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. EJOTY. ഇതാണ് ഇജോട്ടി എന്ന് പറയുന്ന ഷോർട്ട് കട്ട്. സോ EJOTY
വൈ എന്ന് പറയുന്ന പാറ്റേൺ, ഇജോട്ടി എന്ന് പറയുന്ന ഷോർട്ട് കട്ടാണ്. 5, 10, 15, 20, 25. 5, 10, 15, 20, 25 ഈ പാറ്റേണിലാണ് ആ പാറ്റേൺ പോകുന്നത്. സോ 5, 10, 15, 20, 25 ഇങ്ങനെ നമ്പർ മറിഞ്ഞ് പോകുന്ന പാറ്റേൺ ആണ് 5, 10, 15, 20, 25. ഏത് നമ്പർ വേണമെങ്കിലും നമുക്ക് എളുപ്പത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. സോ ഇ എന്ന് പറയുന്ന 5 ആണ്, എഫ് എന്ന് പറഞ്ഞാൽ എത്ര 6 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ എത്ര HIJ ആണ്. അപ്പോൾ ജെ എന്ന് പറഞ്ഞാൽ 10 ആണ്, I 9 ആണ്, എച്ച് എന്ന് പറഞ്ഞാൽ 8 ആണ്. ഏത് നമ്പറും കിട്ടും ആണല്ലോ. വി എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങനെയാണ്, ഞാൻ നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് പഠിപ്പിച്ചു. വി ഫോർ വിക്ടറി എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്ററാണ്. വി എന്ന് പറയുന്നത് 22ാമത്തെ ലെറ്ററാണ്. ഏത് നമ്പർ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. എന്തിനാണ് ഈ നമ്പർ പാറ്റേൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക. എന്തിനാണ് ഈ കോൺസെപ്റ്റ്സ് ഇങ്ങനെ തന്നെ ചെയ്യുന്നത്? എക്സാമിനേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ സൈഡിലോട്ടായിരിക്കും അവർ എഴുതുന്നത്. ഞാൻ സൈഡിലോട്ടാണോ എഴുതിയത്? നമ്മളെല്ലായ്പ്പോഴും താഴോട്ട് വേണം ഈ സാധനം എഴുതാൻ. അവർ സൈഡിലോട്ടൊക്കെ തരും, പക്ഷെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ താഴോട്ട് വേണം ഇത് എഴുതാൻ വേണ്ടി. താഴോട്ട് ഈ സാധനം എഴുതണം. എന്തിനാണ് താഴോട്ട് എഴുതുന്നത്? താഴോട്ട് എഴുതി കഴിഞ്ഞാൽ എളുപ്പത്തിൽ നമുക്ക് ഈ നമ്പർ ഏതാണ് എന്നുള്ളത് മനസ്സിലാവാൻ പറ്റും. നമ്മുടെ കണ്ണുകൾ അങ്ങനെയായിരിക്കും വായിക്കുന്നത്. ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എ എന്ന് പറയുന്നത് 1 എന്ന് പറയുകയാണ്, ഇസഡ് എന്ന് പറഞ്ഞാൽ 26 അവർ പറഞ്ഞു തരേണ്ട കാര്യമുണ്ടോ? നമുക്കിത് അറിയാം. എന്നാലും എക്സാമിൻ്റെ കോഡ് എന്താണെന്ന് നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, അപ്പോൾ എക്സാമിന് പറഞ്ഞു എ എന്ന് പറഞ്ഞാൽ 1 ഇസഡ് എന്ന് പറഞ്ഞാൽ 26 ദെൻ വാല്യൂ ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് എന്താണ്? ബാങ്കിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ബാങ്കിൻ്റെ വാല്യൂ ഏതാണ് എന്നുള്ള കാര്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ നിങ്ങളോട് പറഞ്ഞു, അതായത് നമ്മൾ ഈ സാധനം എന്തെഴുതണം? താഴോട്ട് എഴുതണം എന്ന് പറയുന്ന പാറ്റേൺ. ബി നിങ്ങൾ തന്നെ പറ, ബി എത്രാമത്തെ നമ്പറാണ്? 2ാമത്തെ നമ്പർ അല്ലേ ബി 2ാമത്തെ നമ്പർ. എ 1ാമത്തെ നമ്പർ. അപ്പം നിങ്ങൾ പറയും ഇതൊക്കെ സിമ്പിളായി കണ്ടുപിടിക്കാൻ പറ്റും, എന്നെത്ര വേഗം പറ എന്നുള്ളത്. എന്നെത്ര നിങ്ങൾ തന്നെ പറ, ഞാൻ പറയണോ? എന്നെന്ന് പറയുന്നത് 14ാമത്തെ നമ്പറാണ്. എങ്ങനെ പറഞ്ഞു 14ാമത്തെ നമ്പർ? ഞാൻ അവിടെ എക്സാം വിളിച്ചൊന്ന് ABCDEFGHIJK ഇങ്ങനെ എണ്ണണോ? ഇങ്ങനെ എണ്ണേണ്ട കാര്യമല്ല. ഷോർട്ട് കട്ടുകൾ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്നുകിൽ നിങ്ങൾക്ക് ഇജോട്ടി എന്ന് പറയുന്ന ഷോർട്ട് കട്ട് എടുക്കാം ആണല്ലോ. ഇജോട്ടി എന്ന് പറയുന്നത് 5, 10, 15, 20, 25 ആണല്ലോ. ഇതിൽ O എന്ന് പറയുന്നത് 15ാമത്തെ നമ്പറാണ്. LMNO. അപ്പോൾ 14ാമത്തെ നമ്പർ അല്ലേ? ഈ സാധനം 14 അല്ലേ? N എന്ന് പറയുന്നത് 14 അല്ലേ? സെറ്റാണ്. N എന്ന് പറയുന്നത് 14 ആണ്. ഇനി അത് കൺഫ്യൂഷൻ ആണ് എന്ന് വിചാരിക്കാം. N എന്ന് പറയുന്നത് എങ്ങനെയാണ് 14ലേക്ക് എത്തുന്നത് എന്ന് കൺഫ്യൂഷൻ ആയിക്കോട്ടെ. ഓക്കെ, ഇനി LMNO വേണ്ട, വേറെയും പരിപാടിയുണ്ട്. മൊത്തം എത്ര ലെറ്റേഴ്സ് ഉണ്ട് ഇംഗ്ലീഷിൽ? മൊത്തം 26 ലെറ്റേഴ്സാണ് ഇംഗ്ലീഷിലുള്ളത്. 26ന്റെ പകുതി എന്ന് പറയുന്നത് 13 ആണ്. അതായത് പകുതി എന്ന് പറഞ്ഞാൽ മിഡിലാണ്. എം എന്ന് പറയുന്നത് 13 ആണ് എന്നുള്ള പ്രത്യേകത. അപ്പോൾ എം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 13 ആണ് എന്നുള്ള കാര്യം ഓർക്കുക. എം എന്ന് പറഞ്ഞാൽ 13 ആണ് എന്നുള്ള പാറ്റേണിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ എം 13 ആണെങ്കിൽ എൻ എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ്. ഇനി എന്നിന് വേറെയും ഞാൻ ഷോർട്ട് കട്ട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഓർമ്മ വെച്ച നാൾ മുതൽ നമ്മൾ നെഹ്റുവിൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന നവംബർ 14 നെഹ്റുവിൻ്റെ പിറന്നാൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ എൻ എന്ന് പറയുന്ന 14. അങ്ങനെയും വേണമെങ്കിൽ നിങ്ങൾക്ക് ആൻസേഴ്സിലേക്ക് എത്താം. അപ്പോൾ എൻ എന്ന് പറയുന്നത് 14 ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആൻസർ കിട്ടാം. അപ്പോൾ N 14. ഇന്ന് നിങ്ങൾ തന്നെ പറ, കെ എത്രയാണ്? വേഗം പറയൂ, കെ എത്രയാണ്? കെ എത്രയാണ്? ABCDEFGHIJK ഇങ്ങനെ എണ്ണണോ? വേണ്ട. ഇജോട്ടിയുടെ ജെ എന്ന് പറയുന്നത് 10 ആണ്. കെ എന്ന് പറയുന്നത് 11ാമത്തെ നമ്പറാണ്. സോ LMNO ABCDEFGHIJK 11ാമത്തെ നമ്പർ. സോ ഈ നമ്പറുകളെല്ലാം കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കിട്ടും. 14 + 11 25, 1 + 26 + 2 28. ദ ആൻസർ ഇസ് 28. ഇത്രയും ഉള്ളൂ പാറ്റേൺ. സിമ്പിളായിട്ട് ഏത് ചോദ്യം എക്സാമിനേഷൻ ചോദിച്ചാലും സിമ്പിളായി നിങ്ങൾക്ക് ആൻസേഴ്സ് എഴുതാൻ പറ്റും. സോ ഇതാണ് ആൽഫബറ്റിക് കോഡിങ്സിൻ്റെ പാറ്റേൺ. അവിടെ ഇരുന്ന് കയ്യും കാലും ഒന്നും ഉപയോഗിക്കേണ്ട. ഇനി ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെയും കൂടി ഷോർട്ട് കട്ട് ഞാൻ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓപ്പോസിറ്റ് ലെറ്റേഴ്സിൻ്റെ ഷോർട്ട് കട്ട് പഠിക്കാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത് എന്താ? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് നമുക്ക് 5 സെക്കൻഡ് കൊണ്ട് തന്നിരിക്കുന്ന എക്സാമിനേഷനകത്ത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് ഏതാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്ത് ഇങ്ങനെയൊക്കെ അവർ ചോദ്യം ചോദിക്കും. ഇങ്ങനെ പാറ്റേണിൽ ചോദ്യം ചോദിക്കുകയാണ്. HF then JL QP then CX എന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചോദിക്കാമെന്ന് വെച്ചു. CX തന്നിരിക്കുന്നതിനകത്ത് ഓട് വണ്ണം ഔട്ട് ഏതാണ് എന്ന് നമ്മൾ വിളിക്കുക. തന്നിരിക്കുന്നതിനകത്ത് ഓട് വണ്ണം ഔട്ട്
തന്നിരിക്കുന്നതിനകത്ത് ഓഡ് വൺ ഔട്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട. ഇതാണ് ഓഡ് വൺ ഔട്ട് എന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കിട്ടും. കാരണം എന്താണ്? ഓഡ് വൺ ഔട്ട് ഇത് ഓപ്പോസിറ്റ് നമ്പേഴ്സാണ്, ബാക്കി ഒന്നും ഓപ്പോസിറ്റ് നമ്പേഴ്സ് അല്ല. എന്താണ് ഈ ഓപ്പോസിറ്റ് നമ്പേഴ്സ്? ഇത് കണ്ടുപിടിക്കാൻ എത്ര സമയം വേണം? 2 സെക്കൻഡാണ്. തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഇത് ഓപ്പോസിറ്റ് നമ്പറാണ് എന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ആകെ 2 സെക്കൻഡ് പാറ്റേണേ ഉണ്ടായുള്ളൂ. എങ്ങനെയാണ് ഈ പാറ്റേൺ കണ്ടുപിടിക്കുന്നത്? ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച്, ഐ, ജെ, കെ, എൽ, എം. കണ്ടോ? നിങ്ങളുടെ ബുക്കിൽ ഇങ്ങനെ എഴുതിയിട്ട് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എം വരെ എഴുതാവുള്ളൂ, പിന്നെ എഴുതരുത്. അത് കഴിഞ്ഞ് അടുത്ത നമ്പർ എത്രയാണ്? എൻ ആണ്. സി, എൽ, എം, എൻ, ഒ, പി, എൽ, എം, എൻ, ഒ, പി, ക്യൂ. കണ്ടോ? എൽ, എം, എൻ, ഒ, പി, ക്യൂ. ഇങ്ങനെ നമ്മൾ പോകുകയാണ്, മേളിലോട്ട് പോകുകയാണ്. എങ്ങനെ വരെ പോകും? ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ്, വൈ, ഇസഡ്. കണ്ടോ? സി എക്സ്. ഒരു എക്സാമിനർ എഴുതുന്ന കുട്ടിക്ക് ഈ സാധനം ഞാൻ എഴുതി വെച്ചതുപോലെ കിട്ടിയില്ലെങ്കിൽ നിങ്ങളിത് കണ്ടുപിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇത് അവസാനത്തെ പഴിയാണ്. ഞാൻ ഈ കാണിച്ചു തന്നിരിക്കുന്നത് ലാസ്റ്റ് ചാൻസ് ആണ്. എക്സാം ഹോളിൽ ഞാൻ പഠിപ്പിക്കുന്ന ഷോർട്ട് കട്ട് നിങ്ങൾ മറന്നുപോയാൽ മാത്രം പ്രയോഗിക്കേണ്ട കാര്യമാണ് ഈ പാറ്റേൺ. അതായത് എക്സാം ഹോളിൽ ചെന്ന് ഞാൻ പഠിപ്പിക്കുന്ന ഷോർട്ട് കട്ട് മറന്നുപോയി കഴിഞ്ഞാൽ എ മുതൽ എം വരെ താഴോട്ട് എഴുതിയിടുക. എന്നിട്ട് എൽ, എം, എൻ, ഒ, പി, ക്യു, ആർ, എസ്, ടി, യു, വി, ഡബ്ല്യു, എക്സ് എന്ന് എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് എ, ഇസഡ്, ബി, വൈ, സി, എക്സ്, ഡി, ഡബ്ല്യു, ഇ, വി, എഫ്, യു, ജി, ടി, എച്ച്, എസ്, ഐ, ആർ, ജെ, ക്യു, കെ, പി, എൽ, ഒ, എം, എൻ ഇങ്ങനെ സാധനം ഷോർട്ട് കട്ട് കിട്ടും. ഞാൻ പഠിപ്പിക്കുന്ന ഷോർട്ട് കട്ട് മാത്രം ഓർത്തിരുന്നാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈ ആൻസർ എഴുതാൻ പറ്റും. ഒന്നുമില്ല. നിങ്ങൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന അല്ലെങ്കിൽ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ഒരു സുന്ദരനായിട്ടുള്ള ഒരു ബോയിയെ ഓർക്കുക. നിങ്ങളുടെ ഹയർ സെക്കൻഡറി പഠിക്കുന്ന ഒരു സുന്ദരനായിട്ടുള്ള ഒരു ബോയിയെ ഓർക്കുക. ഓക്കെ, ഓർത്തു. നിങ്ങളുടെ സുന്ദരൻ ചെക്കന്മാരെല്ലാം അവരവരെ തന്നെ ഓർക്കുക. പെൺകുച്ചുങ്ങൾ സുന്ദരനായിട്ടുള്ള ഒരു ബോയിയെ ഓർത്തു. ഈ ചെക്കന് നാട്ടിലൊരു ഗ്രേറ്റ് ലവ് ഉണ്ടായിരുന്നു. ഒരു ദിവ്യ പ്രണയം ഉണ്ടായിരുന്നു. ഒരു ക്രിസ്മസ് ഈവനിങ്ങിൽ ഈ പെൺകൊച്ചുവിനെ അങ്ങ് തേച്ച്. ഇവൻ എന്ത് ചെയ്തെന്നറിയോ? ഇവനൊരു ഫുള്ളെടുത്തിട്ട് ഇവൻ എന്ത് ചെയ്തെന്നറിയാവോ? ഇവൻ നമ്മുടെ ആ സമയത്ത് ബാറിലൊന്നും കയറാൻ പറ്റില്ല. കൊച്ചു പിള്ളേരല്ലേ, ഹയർ സെക്കൻഡറി പഠിക്കല്ലേ. സോ ബാറിലൊന്നും കയറാൻ പറ്റില്ല. അതുകൊണ്ട് എന്ത് ചെയ്ത് ഇന്ത്യൻ റെയിൽവേ ഉണ്ടാക്കിയിട്ടേക്കുന്ന ട്രെയിനിൽ കയറാൻ പോയി. അവിടെ ചെന്ന് ഡോറൊക്കെ തുറന്നു നോക്കിയിട്ട് ഡോറിൻ്റെ അകത്തോട്ട് കയറാൻ പറ്റുന്നില്ല. ഡോറൊക്കെ അടച്ചിട്ടേക്കുക. ചെക്കൻ വിൻഡോ വഴി അകത്തോട്ട് കയറിപ്പോയി. കുറച്ച് കൂട്ടുകാരെയൊക്കെ വിളിച്ചോണ്ടാണ് വിൻഡോ വഴി, മറ്റേ നമ്മൾ എമർജൻസി വിൻഡോ ഇല്ല, ആ വിൻഡോ ഓപ്പൺ ചെയ്ത് വിൻഡോ വഴി അകത്തോട്ട് കയറി ചെന്ന് അവർ കൂട്ടുകാരൊക്കെ ആയിട്ട് ചീട്ട് കളിക്കുക. ഗുലാനും റാണിയൊക്കെ വെച്ച് ചീട്ട് കളിക്കുക. ഫുള്ളൊക്കെ എടുത്ത് ഗുലാനും റാണിയൊക്കെ ആയിട്ട് ചീട്ട് കളിക്കുകയാണ്. ഈ സമയത്ത് ദാണ്ട വരുന്നതാണ് കേരള പോലീസ് ചക്കനെ പിടിച്ച് മോർണിംഗ് തൊട്ട് രാത്രി വരെ, നൈറ്റ് വരെ അവിടെ പിടിച്ചു നിർത്തി. അപ്പോൾ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ചെക്കനെ അവിടെ പിടിച്ചു നിർത്തി. ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ ഈ എഴുതിയിട്ടേക്കുന്ന സാധനങ്ങളാണ്. നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഒരു രീതിയിലും നിങ്ങൾ മറന്നു പോകത്തില്ല. നമ്മുടെ ചെക്കൻ എത്രയാണ് പഠിച്ചതെന്നാണ് നിങ്ങൾ പറഞ്ഞേ? ഹയർ സെക്കൻഡറിയിലെ ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ചെക്കൻ HS, ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ബോയ് BY. കണ്ടോ? ഹയർ സെക്കൻഡറിക്ക് പഠിക്കുന്ന ബോയ് BY. ചെക്കനൊരു ഗ്രേറ്റ് ലവ് ഉണ്ടായിരുന്നു. GT, ഗ്രേറ്റ് ഉണ്ടായിരുന്നു. എന്തുണ്ടായിരുന്നു? ലവ് ഉണ്ടായിരുന്നു. ഗ്രേറ്റ് ലവ് ഉണ്ടായിരുന്നു ആണല്ലോ. ഒരു ക്രിസ്മസ് എന്താ എങ്ങനെയായിരുന്നു? നമ്മളെ ക്രൈസ്റ്റ് എക്സ്മസ് ആണല്ലേ. ക്രിസ്മസിനൊക്കെ നമ്മൾ ഇത് ക്രൈസ്റ്റ് CX. ഇതല്ലേ ഇതാ ക്വസ്റ്റ്യനിൽ വന്നേക്കുന്നത് CX. ക്രിസ്മസ് ഈവനിങ്ങിൽ ഈ പെങ്കൊച്ച് ഇവനെ തേച്ച് എന്ന് പറഞ്ഞു. നമ്മളൊരു ഫുള്ളെടുത്ത് FU എന്ന് പറയുന്ന ഒരു ഫുള്ളെടുത്തിട്ട് എന്താ സംഭവിച്ചേ? ഫുള്ളെടുത്ത് കഴിഞ്ഞ് ബാറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇന്ത്യൻ റെയിൽവേയിലേക്ക് പോയി. ഇന്ത്യൻ റെയിൽവേ പോയി കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്തു? അവിടെ ഇന്ത്യൻ റെയിൽവേ ഡോറ് തുറന്നിട്ട് കിട്ടുന്നില്ല. വിൻഡോ വഴി നമ്മൾ അകത്തോട്ട് കയറി ആണല്ലോ. DW വിൻഡോ വഴി അകത്തോട്ട് കയറി. അവിടെ ചെന്ന് നമ്മൾ ചീട്ടൊക്കെ കളിച്ചു. ഗുലാനും ക്യൂനും വെച്ച് ചീട്ട് കളിച്ചു. JQ ചീട്ട് കളിച്ച ദാണ്ട വരുന്നു കേരള പോലീസ് KP. കേരള പോലീസ് സത്യത്തിൽ റെയിൽവേ പ്രൊട്ടക്റ്റിംഗ് ഫോഴ്സ് RPF ഒക്കെയാണ്. പക്ഷെ ഇവിടെ കേരള പോലീസ് ഒന്നും ഇല്ല. നമുക്ക് അവിടെ കോഡ് കറക്റ്റായി കിട്ടണം. കേരള പോലീസ് വന്നിട്ട് എന്താ ചെയ്തേ? മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ നമ്മളെ അവിടെ പിടിച്ചു നിർത്തി എന്നുള്ളതാണ് പ്രത്യേകത. സോ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ നമ്മളെ അവിടെ പിടിച്ചു നിർത്തി. എന്തിനാണ്? കാരണം അന്നാലേ നമുക്ക് MN എന്ന് പറയുന്ന കണക്ഷൻ അവിടെ കിട്ടത്തുള്ളൂ. സോ MN എന്ന് പറയുന്ന പാറ്റേൺ നമുക്ക് അവിടെ കിട്ടി. സോ
ഇതെല്ലാമാണ് എന്ത് ഓപ്പോസിറ്റ് ലെറ്റേഴ്സ്. ഇനി ഒരു രീതിയിൽ തരില്ല, ആകെ എ ഇസഡ് മാത്രമേ ഞാൻ ആ കഥയിൽ ഉൾപ്പെടുത്താത്തേ ഉള്ളൂ. എ ഇസഡ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എ ഇസഡ് എന്ന് പറയുന്ന പാറ്റേൺ. സോ ഇങ്ങനെ ഓപ്പോസിറ്റ് ലെറ്റേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഏത് പാറ്റേൺ വേണമെങ്കിലും ആ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകും എന്നുള്ളതാണ് പ്രത്യേകത. സോ ഡു പ്രാക്ടീസ് ദാറ്റ് പാറ്റേൺ. അടുത്ത നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻ പാറ്റേൺ എന്ന് പറയുന്നത് നമ്മളുടെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട സെഷൻ പാറ്റേൺസിലാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. വെൽ, ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ നമ്മൾ പ്രധാനമായും നോക്കുന്ന പാറ്റേൺ നമുക്ക് ഓരോ സെഷൻസും വഴിയായിരുന്നു നമ്മൾ ചോദ്യ പാറ്റേണുകൾ ചെയ്തിരുന്നത്. അതിനകത്ത് നമുക്ക് ഇംഗ്ലീഷിൽ നിന്ന് ഞാൻ പറഞ്ഞു നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് സ്പോട്ടിംഗ് ദ എറർ പാറ്റേൺ ക്വസ്റ്റ്യനിലായിരിക്കും ചോദ്യം വരുന്നത്. അപ്പോൾ സ്പോട്ടിംഗ് ദ എറർ പാറ്റേൺ ക്വസ്റ്റ്യനകത്ത് നമ്മൾ ചെയ്യാൻ പോകുന്ന അടുത്ത ചോദ്യം ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഹാവ് ഇൻക്രീസ്ഡ് ഇൻ ദിസ് ഇയർ എന്ന് പറയുന്ന പാറ്റേൺ ആണല്ലോ. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഹാവ് ഇൻക്രീസ്ഡ് ദിസ് ഇയർ. സ്പോട്ടിംഗ് എററിലെ ക്വസ്റ്റ്യൻ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് തന്നിരിക്കുന്ന സെൻറ്റൻസിനകത്ത് എവിടെയാണ് മിസ്റ്റേക്ക് എന്നുള്ള കാര്യം മാത്രമാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളത് തിരുത്തേണ്ട കാര്യമില്ല, നമുക്ക് വേറെ ഒരു പാറ്റേണും അവിടെ ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ആകെ ചെയ്യേണ്ട പാറ്റേൺ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പാറ്റേണിൽ എവിടെയാണ് മിസ്റ്റേക്ക് വരുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ നോക്കേണ്ടത് ആണല്ലോ. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്, ഈ പാറ്റേണിൽ നിങ്ങൾ ഒറ്റ റൂളേ ഇവിടെ നിങ്ങൾക്ക് പഠിക്കാനുള്ളൂ. അതായത് ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് ഉപയോഗിക്കുന്ന വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും എന്നുള്ളതാണ് റൂള്. അപ്പോൾ ദ നമ്പർ ഓഫ് എന്ന് പറയുന്ന പാറ്റേണിനകത്ത് നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കോൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് കഴിഞ്ഞാൽ വെർബ് എപ്പോഴും സിംഗുലർ ആയിരിക്കും. എന്നാൽ നൗൺ എപ്പോഴും പ്ലൂറൽ ആയിരിക്കും. നിങ്ങൾ നോക്കിയേ, നമ്പർ ഓഫ് ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കൻസ് അപേക്ഷിക്കുന്നവരുടെ എണ്ണം. സോ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഹാവ് ഇൻക്രീസ്ഡ് എന്നൊക്കെ പറയുക. ഹാവ് എന്താ? പ്ലൂറലാണ് അല്ലേ? ഹാവ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. നമ്മളൊരു മന്ത്രത്തിൽ പഠിച്ചിട്ടുണ്ട്, അയ്യു ദേവി, ഐ യു ദേ വി ആണല്ലോ. ഇതിൻ്റെ കൂടെ എല്ലാം ഹാവേ വരത്തുള്ളൂ എന്ന് നമ്മൾ പഠിച്ചു. അതായത് അതെല്ലാം പ്ലൂറലാണ്. ഇവിടെ പ്ലൂറൽ വരുമോ? ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിംഗുലർ ആയിട്ടുള്ള സബ്ജക്റ്റ് ആണ്. സോ നമ്പർ ഓഫ് ഇവിടുത്തെ നമ്മളുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ആണ്, വേറെ ഒന്നും നമ്മളിവിടെ പരിഗണിക്കേണ്ട കാര്യമില്ല. സോ ദ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. സോ ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ദ നമ്പർ ഓഫ് ആപ്ലിക്കൻസ് അപ്ലൈയിങ് ഫോർ ദ പോസ്റ്റ് ഹാസ് ഇൻക്രീസ്ഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റാണ് നമ്മൾ പാറ്റേണിൽ ഉപയോഗിക്കുന്നത് എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ ഹാവ് ഇൻക്രീസ്ഡ് എന്ന് ഉപയോഗിക്കത്തില്ല, ഹാസ് ഇൻക്രീസ്ഡ്. ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ സ്ഥിരമായി വരുന്ന മറ്റൊരു ചോദ്യം കൂടി കാണിച്ചു തരാം. അതായത് നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന മറ്റൊരു ചോദ്യം, എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഈ സാധനം സിംഗുലർ ആണ്, പക്ഷേ എ നമ്പർ ഓഫ് എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പൊ എ നമ്പർ ഓഫ് പ്ലൂറലും ദ നമ്പർ ഓഫ് സിംഗുലറുമാണ് എന്നുള്ള കാര്യം ഓർക്കുക. എ നമ്പർ ഓഫ് പ്ലൂറലാണ്, ഒന്നാമനാണ്. അപ്പൊ അതിന്റെ ഒരു അഹങ്കാരം ഉണ്ടാവണം. എ നമ്പർ എന്ന് പറയുമ്പോൾ ഒന്നാമനാണ്, സോ ഒന്നാമനാണ്, അതുകൊണ്ട് പ്ലൂറലാണ് എന്നുള്ള കോൺസെപ്റ്റ് ഓർക്കുക. അപ്പൊ എ നമ്പർ ഓഫ് എന്ന് പറയുന്ന പാറ്റേണിൽ പ്ലൂറൽ ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റാണ് നമ്മൾ വരുന്നത്. അപ്പൊ നമ്മൾ റീസണിങ്ങിന്റെ ചോദ്യം ചെയ്തു, ഒരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ കണ്ടു. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ആൽഫബറ്റിക് കോഡിങ്സിൽ യു ക്യാൻ എക്സ്പെക്ട് ദാറ്റ് ക്വസ്റ്റ്യൻ ഫ്രം ദെയർ. മാത്സിൽ നമ്മൾ ഇക്വേഷൻ ഇല്ലാതെ കൺവെൻഷണൽ മെത്തേഡ് ഇല്ലാതെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തു. ഇംഗ്ലീഷിലെ സ്പോട്ട് ദ എറർ പാറ്റേണിൽ കൺഫ്യൂസ് ആയിട്ട് ട്വിസ്റ്റ് ചെയ്യുന്ന ഒരു പാറ്റേൺ ചെയ്തു. നമുക്കിനി ഒരൊറ്റ ടോപ്പിക്കും കൂടിയേ ഉള്ളൂ, നമ്മുടെ കമ്പ്യൂട്ടർ സെഷനാണ്. അപ്പോൾ 15 ചോദ്യം ഇംഗ്ലീഷ്, 15 ചോദ്യം മാത്സ്, 15 ചോദ്യം റീസണിങ്, 15 ചോദ്യം കമ്പ്യൂട്ടർ. ഇത്രയും പാറ്റേൺ കൃത്യമായി ചെയ്യുക. നിങ്ങൾക്ക് നിതിൻ സാറ് കമ്പ്യൂട്ടറിൻ്റെ ബേസിക്സ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യം പറയാം ഞെട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറിലെ ഒരു ചോദ്യം കൂടി ചെയ്ത് ഇന്നത്തെ സെഷൻ നമുക്ക് അവസാനിപ്പിക്കാം. വെൽ, സോ നമ്മളുടെ കമ്പ്യൂട്ടറിലെ നമ്മളുടെ അവസാനത്തെ പാറ്റേൺ നമ്മൾ നോക്കുകയാണ്. കമ്പ്യൂട്ടർ ഞാൻ പറഞ്ഞു, നിങ്ങൾ ടെൻഷൻ ആവേണ്ട, 10th ഗ്രേഡിൽ പഠിക്കുന്ന കുട്ടികളാണ്. ബേസിക് സിമ്പിൾ പാറ്റേണിൽ, അതായത് 10ാം ക്ലാസ് യോഗ്യതയുള്ളതുകൊണ്ട് വളരെ സിമ്പിൾ പാറ്റേണുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്. സാറ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്ന ഓപ്പറേഷൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എല്ലാം നമ്മളോട് ചോദിച്ചതാണ്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാറ്റേൺ മോഡവുമായി ബന്ധപ്പെട്ട ഒരു പാറ്റേൺ ആണല്ലോ. വിച്ച് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഡിജിറ്റൽ സിഗ്നൽസ് ഇൻ ടു അനലോഗ്? ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ് ആക്കുന്ന ഒന്നിനെ എന്ത് വിളിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം. സോ ഡിജിറ്റൽ സിഗ്നലിനെ നമ്മളുടെ അനലോഗ് ആക്കുന്ന സാധനം എന്ന് പറയുന്നത് മോഡമാണ്. നമ്മളുടെയൊക്കെ ഇൻ്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് മോഡം. മോഡത്തിൻ്റെ പ്രത്യേകത എന്ത്? ഈ മോഡത്തിൻ്റെ ഫുൾ ഫോം എന്താണ്? ആദ്യം നിങ്ങൾ അത് പറ. മോഡത്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്ന പാറ്റേൺ എന്താണ് എന്നുള്ള കാര്യം അതും നമുക്ക് എക്സാമിനേഷൻ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. എക്സാമിനേഷൻ നമുക്ക് പ്രധാനമായും ചോദിക്കുന്ന ഒന്നാണ് എന്ത്? ഈ പറയുന്ന
ഫുൾ ഫോംസ് എന്ന് പറയുന്നത്. മോഡം എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് അതിനകത്ത് പാറ്റേൺ ഉണ്ട്. ആദ്യത്തെ അക്ഷരം നോക്കുക, MO എന്ന് പറയുന്ന പാറ്റേണിൽ നമുക്ക് കിട്ടുന്ന ഒന്നാണ്. മോഡുലേറ്റർ ആണ്. മോഡുലേറ്റർ എന്ന് പറയുന്ന പാറ്റേൺ, മോഡുലേറ്റർ. അപ്പോൾ ഈ ഡെമ്മിൻ്റെ ഇതെന്തോ മോഡുലേറ്റർ എന്ന് പറയുമ്പോൾ ആണെങ്കിൽ ഡെം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിമോഡുലേറ്റർ എന്ന് പറഞ്ഞാൽ ഡിമോഡുലേറ്റർ. എന്താ സംഭവം ഡിമോഡുലേറ്ററും മോഡുലേറ്ററും തമ്മിലുള്ള വ്യത്യാസം? മോഡുലേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഡിജിറ്റൽ സിഗ്നൽസിനെ അനലോഗ്സ് ആക്കുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മോഡുലേറ്റർ. ഇനി അനലോഗ്സിനെ ഡിജിറ്റൽ സിഗ്നൽ ആക്കുന്നതിനെ പറയുന്ന പേരാണ് എന്ത്? ഡിമോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പം അനലോഗ്സിനെ ഡിജിറ്റൽ സിഗ്നൽസുമാക്കും, ഡിജിറ്റൽ സിഗ്നൽസിനെ ഈ പറയുന്ന അനലോഗ്സുമാക്കും. മോഡുലേറ്ററും ഡിമോഡുലേറ്ററും ഇതാണ് പാറ്റേൺ എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിന്നാണ് എന്ത്? മോഡം എന്ന് പറയുന്ന സാധനം വന്നിരിക്കുന്നത്. എന്താണ് ഈ ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്കുണ്ടായ ഗുണം? മോഡത്തിൻ്റെ ഫുൾ ഫോം ചോദിച്ചാൽ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ആൻഡ് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറയുന്ന ഈ ഉപയോഗിക്കുന്ന ഡിവൈസ് എന്നാണ് ചോദിച്ചാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. നമുക്ക് കമ്പ്യൂട്ടർ ഒരു ചോദ്യം കൂടി നോക്കിയാലോ? ഒരു ചോദ്യം കൂടി നോക്കാം. കമ്പ്യൂട്ടറിനകത്ത് പാറ്റേണിനകത്ത് നമുക്ക് ഒരു മാർക്ക് അവിടെ പോയത്. ഇത് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറൊക്കെ നിങ്ങൾക്ക് സിമ്പിൾ പാറ്റേണാണെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യം പോലും ഇല്ല. ബേസിക്സ് കോൺസെപ്റ്റ് ആയ ക്വസ്റ്റൻ ആണ്. CPU ആണ് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്ന പാറ്റേൺ ആണല്ലോ. നമുക്ക് പാറ്റേണിനകത്ത് ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് പോകുന്ന ഒരു ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കാം. ഇച്ചിരി കൺഫ്യൂസിങ് ആയിട്ട് പോകുന്ന നമ്മൾ അങ്ങനെ ഒരു പാറ്റേൺ ഉണ്ട് അവർക്ക്. അതായത് നമ്മളെ കൺഫ്യൂസ് ചെയ്ത് പോകുന്ന പാറ്റേൺ. അതാണല്ലോ നമ്മൾ ഇന്നത്തെ സെഷനിൽ മൊത്തം കൺഫ്യൂസിങ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കിയത്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ചോദ്യമായി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ക്വസ്റ്റ്യൻ കൂടിയാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സെർച്ച് എഞ്ചിൻ? തന്നിരിക്കുന്നതിനകത്ത് എന്താണ് ഒരു സെർച്ച് എഞ്ചിൻ എന്നുള്ളതാണ് ചോദ്യം. ആണല്ലോ, സെർച്ച് എഞ്ചിൻ ഏതാണ്? ഇതിൽ കൺഫ്യൂസ് വരുന്ന പാറ്റേൺ എന്താണ്? ഇവിടെ തന്നെ ഗൂഗിളും ഉണ്ട്, ക്രോമും ഉണ്ട്. നമ്മൾ ഗൂഗിൾ ക്രോം എന്നാണ് ക്രോമിനെ പറയുന്നത് തന്നെ. നമ്മൾ സാധാരണ ഇതിൽ കാണുമ്പോൾ സാധാരണ കാണുന്നതാണ്. ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ, യാഹൂ മെയിൽ, ഇങ്ങനെ പല പാറ്റേൺസ് ഉണ്ട്. ആണല്ലോ, ഇതിൽ യാഹൂ മെയിൽ ഒരു മെയിലാണ് എന്നുള്ള കാര്യം ഓൾറെഡി നമുക്ക് ഈ പറയുന്ന പാറ്റേണിനകത്ത് അതിൻ്റെ പേരിനകത്ത് തന്നെ കാണും. അത് ഒരിക്കലും സെർച്ച് എഞ്ചിൻ അല്ല എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ അത് നമുക്ക് എളുപ്പത്തിൽ എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതെന്തായാലും ആൻസർ അല്ല എന്നുള്ളത്. പക്ഷേ ഗൂഗിൾ ഉണ്ട്, ക്രോം ഉണ്ട്, ഇൻ്റർനെറ്റ് എക്സ്പ്ലോറർ ഉണ്ട്. ഇതിൽ സെർച്ച് എഞ്ചിൻ ഏതാണ് എന്നുള്ളതാണ് പ്രത്യേകത. ആണല്ലോ, ഇതിൽ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് ഗൂഗിളാണ്. അതായത് നമ്മൾ എന്തെങ്കിലും കാര്യം പെട്ടെന്ന് ഈ പറയുന്ന കാര്യങ്ങൾ സെർച്ച് ചെയ്യുന്നത് എന്തിൽ പോയിട്ടായിരിക്കും? ഗൂഗിളിൽ ചെന്നിട്ടാണ് നമ്മൾ സെർച്ച് എഞ്ചിൻ ചെയ്യുന്നത്. അപ്പോൾ സെർച്ച് എഞ്ചിൻ എന്ന് പറയുന്നത് അതിൽ ഗൂഗിളാണ് എന്നുള്ള കാര്യം ഓർക്കുക. ഒരു കാര്യം പെട്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഗൂഗിളിലാണ്. നമ്മൾ അങ്ങനെ ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ കൺവെൻഷണൽ മെത്തേഡ് ഒന്നും ഓർത്തിരിക്കുന്ന പെട്ടെന്ന് ഓർത്തിരിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ വിഷയം. അപ്പോൾ ഗൂഗിൾ വെച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന കാര്യങ്ങളെല്ലാം സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ക്രോമും ഈ പറയുന്ന ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും എന്തോ ഇതൊരു ബ്രൗസറാണ്. സോ ക്രോമും ഇൻ്റർനെറ്റ് എക്സ്പ്ലോററും എന്ന് പറയുന്നത് ഒരു ബ്രൗസറാണ്. ഈ ഗൂഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെർച്ച് എഞ്ചിനാണ്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിതിൻ സാറ് ഓരോ പാറ്റേണിലും സെർച്ച് എഞ്ചിൻ എന്താണ്, ബ്രൗസർ എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രധാനമായിട്ടും എക്സാമിന് ചോദിക്കുന്ന ചോദ്യ പാറ്റേണുകളുടെ രീതികൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മളുടെ അവസാനത്തെ ലാപ്പിൽ പ്രധാനമായി ശ്രദ്ധിച്ചത് കൺഫ്യൂസിങ് ആയിട്ടുള്ള, ട്വിസ്റ്റിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു നോക്കിയത്. അതായത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ടെൻസ്ഡ് ആവും എങ്ങനെ ആൻസർ ചെയ്യും എന്നുള്ളത്. പക്ഷേ നമുക്ക് എളുപ്പത്തിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഡോണ്ട് ഫോളോ ദ കൺവെൻഷണൽ മെത്തേഡ്സ്, സോ ഡു പ്രാക്ടീസ്. ദാറ്റ്സ് ഓൾ. ബ്രേക്ക് എ ലെഗ്. ബെസ്റ്റ് വിഷസ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു. ബൈ.